ഹായ്, നിങ്ങൾ എൻ്റെ ചാനൽസ് ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും ഞാനിങ്ങനെ ബ്ലൂറേസും CDസും ഡയറക്റ്റ് CDസും ഒക്കെ മേടിക്കുന്ന ഒരാളാണെന്ന്. പിന്നെ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഇപ്പോഴത്തെ സ്ട്രീമിങ്ങും ഈ OTT പ്ലാറ്റ്ഫോംസൊക്കെ ഉള്ള സമയത്ത് നമ്മളിങ്ങനെ ബ്ലൂറേസും ഓഡിയോ CDസും മേടിക്കണേ എന്ന് എൻ്റെ അടുത്ത് കുറേ പേര് കമൻസിലായിട്ട് ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിപ്ലൈ ആയിട്ട് എനിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത്, എന്തുകൊണ്ട് ഞാനിത് മേടിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഈ ചാനലിൽ ഞാൻ എൻ്റെ ഹോം തിയേറ്റേഴ്സും ബ്ലൂറേസും ഇങ്ങനെ മേടിക്കേണ്ടതെന്നും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്ന കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനേക്കാൾ മുമ്പ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ ബ്ലൂറേസ് മേടിക്കണേ? അപ്പോൾ ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി. ഇപ്പോൾ ബ്ലൂറേ ഒക്കെ പറയുന്നത് ഇപ്പോൾ ഈ മൂവി ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് 7.1 സൗണ്ട് സിസ്റ്റവും 1080p തരുന്ന വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഈ ബ്ലൂറേ മേടിച്ചത്. പക്ഷേ 4K അവൈലബിൾ ആണ്. നമുക്ക് നിങ്ങളൊരു ഫിലിം കാണുന്ന ഒരാളോ അല്ലെങ്കിൽ പാട്ട് നന്നായിട്ട് കേൾക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യും ഇതുപോലെ ഓഡിയോ CDs. ഇപ്പോൾ ഡേഞ്ചറസ് അങ്ങനത്തെ റിയൽ ഇത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ് തന്നെയാണ്, ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റീസാണ്. നമ്മളിപ്പോൾ സ്ട്രീമിങ്ങിൽ പോവുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1080pയുടെ തന്നെ സൊല്യൂഷനിൽ നമ്മളൊരു മൂവി കാണാമെന്ന് വിചാരിക്കും, അതിൻ്റെ സൗണ്ട് ഭയങ്കര മോശമാണ് സ്ട്രീമിങ്ങിൽ എനിക്ക് കമ്പയർ ചെയ്തിടത്തോളം. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആയാലും പ്രൈം ആണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. രണ്ട് എക്സ്ട്രീം ലെവലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അതിൽ ക്വാളിറ്റി ഇപ്പോൾ വിഷ്വൽ സൈഡായാലും ഇപ്പോൾ പിന്നെ വേറൊരു മേജർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ക്വാളിറ്റി, സൗണ്ടിൻ്റെ ആയാലും വീഡിയോയുടെ ക്വാളിറ്റി. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ 4K കിട്ടണമെങ്കിൽ അതിന് എക്സ്ട്രാ പേ ചെയ്യണം. അപ്പോൾ ആ 4K കിട്ടണമെങ്കിൽ റൺ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഇൻ്റർനെറ്റ് വേണം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇത് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കും. നമുക്ക് എപ്പോഴും ഈ ക്വാളിറ്റി നമുക്ക് കിട്ടും. കാരണം ആ കമ്പനി ഇറക്കുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ എന്തായാലും വാർണേഴ്സ് ബ്രദേഴ്സിൻ്റെയാണിത്. അപ്പോൾ ഇത് നമുക്ക് അതേ ക്വാളിറ്റി എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും, എപ്പോഴായാലും വേറെ ഒന്നിലും ഡിപ്പെൻഡൻ്റ് അല്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മൂവി തന്നെ സാക്ക് സ്നൈഡറിൻ്റെ സ്പെഷ്യൽ എഡിഷനിൽ ഇറങ്ങിയ ജസ്റ്റിസ് ലീഗാണ്. ഈ മൂവി നമുക്ക് HBO Maxലാണ് ഉള്ളത്. HBO Maxൽ ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് കാണാനും സാധിക്കുന്നില്ല. പിന്നെ നമ്മൾ മറ്റ് ഗ്രാമങ്ങളിൽ കയറി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കാണേണ്ടി വരും. അപ്പോൾ അതൊരു ഇല്ലീഗൽ കാര്യമാണ്. നമുക്കതൊരു ഇല്ലീഗൽ കാര്യമാണ്. അത് നമ്മൾ മൂവി ലവേഴ്സിന് അത് ചെയ്യുന്നത് ശരിയല്ലെന്ന് ഞാൻ പറയും. അപ്പോൾ ഈ മൂവി ഇതിലിപ്പോൾ 2 ഡിസ്ക്കാണ്. ഫുൾ വേർഷൻ 4 മണിക്കൂറിൻ്റെ മൂവിയാണ്. അപ്പോൾ നിങ്ങളൊരു ഫാനാണെങ്കിൽ അല്ലെങ്കിൽ മൂവീസ് കാണുന്ന ഒരാളാണെങ്കിൽ ഞാൻ പറയും ഇത് മേടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവും, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് കാണാം. മറ്റേതാണെങ്കിൽ എപ്പോഴാണ് മൂവി കിട്ടുക, അവൈലബിൾ ആവാമെന്ന് ഒരു ഉറപ്പില്ലാത്ത സിറ്റുവേഷനാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ മിഷൻ ഇമ്പോസിബിൾ മൂവീസ് കാണുന്ന ഒരാളാണ്. അപ്പോൾ എപ്പോഴും കാണും, പക്ഷേ അത് ഏത് സ്ട്രീമിംഗ് സൈറ്റിലാണ് ഉണ്ടാവുക ഒരു പിടിയില്ല. ഇടയ്ക്ക് നോക്കുമ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്, ചില സമയത്ത് പ്രൈമിൽ അവൈലബിൾ ആണ്. പിന്നെ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത രീതിയിൽ വേറൊരു ചാനലിലേക്ക് സ്ട്രീമിംഗ് സൈറ്റിലായിരിക്കും മിഷൻ ഇമ്പോസിബിൾ അവൈലബിൾ ആവുക. അപ്പോൾ എനിക്കത് എപ്പോഴും ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ബ്ലൂറേസ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് എനിക്ക് അത് കാണാം. എനിക്ക് ആവശ്യമുള്ള സീനിലേക്ക് നേരെ ജമ്പ് ചെയ്യാം. അതിൻ്റെ മെനു ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ സ്ട്രീമിങ്ങിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റുള്ളൂ, സീക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതും ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ഈ സംഭവം മൂവി അവൈലബിൾ ആയിരിക്കും. പിന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആൽഫ്രഡ് ഹിച്ച്കോക്കിൻ്റെ കളക്ഷൻ മേടിച്ചത്, 20 മൂവീസിൻ്റെ കളക്ഷൻ. ഞാൻ ആ സംഭവം ഒറ്റ സ്ട്രീമിങ്ങിൽ കണ്ടിട്ടില്ല ആ മൂവി. അപ്പോൾ എനിക്കാണെങ്കിൽ ആ മൂവീസ് കാണുന്ന ആഗ്രഹമുണ്ട്. ചില സമയത്ത് ഡൗൺലോഡ് ചെയ്യാൻ ഗ്രാമങ്ങളിൽ പോയി തപ്പിയാലും കാണില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ സെർച്ച് ചെയ്ത് കിട്ടിയപ്പോഴാണ് ഞാൻ ഈ കളക്ഷൻ മേടിച്ചത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ ആ മൂവീസ് കാണാനും എനിക്ക് സാധിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അത് നമുക്ക് ആ റെഫറൻസ്, ഞാൻ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ റെഫറൻസിന് യൂസ് ചെയ്യാൻ പറ്റാവുന്ന മൂവി കൂടിയാണ് ഹിച്ച്കോക്കിൻ്റെ ഹൊറർ മൂവീസ്, ത്രില്ലർ മൂവീസ്. അപ്പോൾ ഞാനത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ക്ലാസിക് മൂവീസും അവൈലബിൾ അല്ല ഈ സ്ട്രീമിങ്ങിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ മേടിച്ച് വയ്ക്കുന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. പിന്നെ ഈ ബ്ലൂറേസ് മേടിക്കുമ്പോൾ ഇതിൽ ഒരു സ്പെഷ്യൽ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള ഒരു ബോണസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ടാവും. ബോണസ് DVD ഉണ്ടാവും, ചിലപ്പോൾ ബോണസ് ബ്ലൂറേ ഉണ്ടാവും, എക്സ്ട്രാ ഡിസ്ക് തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ സെക്ഷൻ ഉണ്ടാവും. അവർ മൂവി മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്ത ചാലഞ്ചസും മേക്കിംഗ് വീഡിയോ. പിന്നെ അല്ലാതെ ചിലപ്പോൾ എന്തെങ്കിലും ഷോർട്ട് മൂവീസ് അതിലുണ്ടാവും. എന്തെങ്കിലും ഒരു ബോണസ് എലമെൻറ്റ്സ് എപ്പോഴും നമ്മൾ ഒറിജിനൽ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതൊരു എനിക്ക് എപ്പോഴും സന്തോഷം തോന്നാറുണ്ട്. നമുക്ക് എക്സ്ട്രാ കാണാൻ സാധിക്കും. പിന്നെ മൈക്കിൾ ജാക്സൻ്റെ ഒരു കളക്ഷൻ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് ബോണസായിട്ട് കുറേ നല്ല രസമായിട്ടുള്ള ഷോർട്ട് ഫിലിംസും അതിൻ്റെ മേക്കിങ്ങും കുറേ പേരായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കാര്യങ്ങളൊക്കെ അതിൽ കാണാൻ സാധിച്ചു.
അപ്പോൾ അതും നമുക്കൊരു സന്തോഷം കിട്ടാറുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളക്റ്റബിളായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നിങ്ങളൊരു ഫാനാണെങ്കിൽ, ഇപ്പോൾ ഒരു അവഞ്ചേഴ്സ് ഫാനോ അല്ലെങ്കിൽ ജുറാസിക് പാർക്കിൻ്റെ ഫാനോ മിഷൻ ഇമ്പോസിബിളുടെ ഫാനാണെങ്കിൽ നിങ്ങൾക്കൊരു കളക്റ്റബിളായിട്ട് വെക്കാൻ പറ്റാവുന്ന ഒരു ഐറ്റം കൂടിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈ മൂവിയുടെ ഡിസ്ക് ആയാലും, പിന്നെ മ്യൂസിക്കിൻ്റെ കേസിലാണെങ്കിൽ മൈക്കിൾ ജാക്സൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മൈക്കിൾ ജാക്സൻ്റെ CDs എൻ്റെ കയ്യിൽ കളക്റ്റായിട്ട് ഞാൻ വെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ആളുടെ ഒരു ഫാൻ ആയ രീതിയിൽ നമുക്കൊരു കളക്റ്റബിളായിട്ട് വയ്ക്കാൻ പറ്റാവുന്ന സംഭവമാണ് ഈ ബ്ലൂറേസും CDസും ഒക്കെ. പിന്നെ ഇത് അധികം സ്പേസ് വേണ്ട, നമുക്ക് എവിടെയെങ്കിലും ഒതുക്കി ഇതിന് ബുക്ക് പോലെ വെക്കാൻ പറ്റും. മറ്റേ സ്റ്റാച്യൂസ്, ആക്ഷൻ ഫിഗേഴ്സിന് പോലെയൊന്നുമല്ല, നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് ഇത് ഒതുക്കി വയ്ക്കാൻ പറ്റാവുന്ന കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മ്യൂസിക് CDs ഒക്കെ മേടിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഇതിനിപ്പോൾ ഇതിപ്പോൾ ലിങ്കിൻ പാർക്കിൻ്റെ CD ആണ്, ലിങ്കിൻ പാർക്കിൻ്റെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇതുപോലെ ആർട്ട് വർക്ക് ഉണ്ടാവും. അതിൽ ഈ പറഞ്ഞ ലിറിക്സ് സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല എനിക്ക് കുറേ രസകരമായ ഫോട്ടോസും അവരുടെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതൊരു ആർട്ട് വർക്ക് കാണുമ്പോഴും എനിക്ക് ഇത് ഹാൻഡി ആയിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും ഒരു റീസണാണ് ഞാനൊരു ഒറിജിനൽ CDയും ബ്ലൂറേസും മേടിക്കുന്ന കാര്യം. അതിൽ കുറച്ച് ആർട്ട് വർക്ക് സാധനങ്ങളും ഉണ്ടാവും ഒരു കളക്റ്റബിളായിട്ട്. പിന്നെ എനിക്ക് ഫീൽ ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മൂവി കണ്ടതിന് ശേഷം പിന്നെ ആ സ്ട്രീമിംഗ് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവീസ് പിന്നെ സജഷനായിട്ട് വരുള്ളൂ. നമുക്ക് ഇത് മാറ്റി പിടിക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടെന്ന് ബാക്കിയുള്ളവർ അറിയുന്നില്ല, പബ്ലിക് ആവുന്ന പോലെയാണ് ഫീൽ ചെയ്യാറ്. ഒരു പ്രൈവസി ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും നമ്മളൊരു മൂവി കാണുമ്പോൾ. ഇപ്പോൾ ഇങ്ങനത്തെ ഒറിജിനൽസ് മേടിച്ച് നമ്മൾ ഡിസ്ക് മാത്രമായിട്ട് കാണുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഫീൽ നമുക്ക് വരും. അതായത് ഇപ്പോൾ ഇൻ്റർനെറ്റ് ഇല്ലെങ്കിലും ആരും ഇല്ലെങ്കിലും, ഇപ്പോൾ കൊറോണ സമയമായാലും നമ്മളിങ്ങനെ പിന്നകത്തിരിക്കുന്ന സമയത്തായാലും നമ്മളിങ്ങനെ സ്വന്തം നമ്മുടെ ലോകത്തിൽ നമ്മൾ മാത്രമായിട്ട് ഇരുന്ന് കാണാൻ പറ്റാവുന്ന രീതിയിൽ നമുക്ക് മൂവി കാണാം. ഇപ്പോൾ ഏതെങ്കിലും മൂവി കാണുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അവർ ട്രാക്ക് ചെയ്യണം നമ്മൾ ഏത് മൂവി കാണാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വാച്ച് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ഏതെങ്കിലും മൂവീസൊക്കെ കാണുമ്പോഴോ അല്ലെങ്കിൽ പാട്ട് കേൾക്കുമ്പോൾ. ഈവൻ പാട്ടിൽ തന്നെ എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സ്ട്രീമിംഗ് സൈറ്റിലൊക്കെ തന്നെ ഒരു കൂട്ടായിട്ടാണ് വരിക. കൂട്ടായിട്ട് വരുമ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ ആൽബത്തിൽ ചിലപ്പോൾ 10 പാട്ടിൽ 2 പാട്ടാണ് ഫേമസ് ആയി ഉണ്ടാവുക. പക്ഷേ അതിലൊരു 3-4 പാട്ട് ഭയങ്കര നല്ല പാട്ടുകളുണ്ടാവും. നമ്മൾ ആ നല്ല പാട്ടുകളിലേക്ക് എത്താറില്ല. ആ പാട്ടുകൾക്ക് എത്താൻ വേണ്ടി ഇപ്പോൾ ഞാൻ ആമസോൺ മ്യൂസിക്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും, അപ്പോൾ ഇപ്പോൾ ഇമാജിൻ ഡ്രാഗൺസ് എന്ന് പറഞ്ഞ ആൽബം കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ഇമാജിൻ ഡ്രാഗൺസിൻ്റെ ഹിറ്റായ പാട്ടുകൾ മാത്രം അവർ ആൽബമായിട്ട് കേൾപ്പിച്ച് തരും. ശരിക്കും പറഞ്ഞാൽ അവരുടെ ആൽബത്തിൽ ചിലപ്പോൾ നല്ല പാട്ടുകൾ വേറെ ഉണ്ടാവും, അത് കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഓഡിയോ CD അത് ഇട്ട് കേൾക്കുകയാണെന്ന് വിചാരിക്കുക, നമുക്ക് ആദ്യത്തെ എല്ലാ പാട്ടും നമുക്ക് ആസ്വദിക്കുമ്പോൾ നമുക്ക് ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമായിട്ട് തോന്നും. നമ്മൾ കേൾക്കാത്ത പോലെ റിഫ്രഷ്മെൻറ്റ് കിട്ടും. ശരിക്കും നമ്മൾ അപ്പോഴാണ് ശ്രദ്ധിക്കുക, ആ പാട്ട് എനിക്ക് പറ്റിയ പാട്ടായിരുന്നല്ലോ, അത് മിസ്സായേനെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ചില സമയത്ത് ഒരു CD മാത്രമായിട്ട് കേൾക്കുമ്പോൾ എനിക്ക് കിട്ടാറുണ്ട് അങ്ങനെ ഒരു. ശരിക്കും ആ ആൽബത്തിനോട് നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ്. ആ സമയത്ത് നമ്മൾ ആ പാട്ട് മാത്രം കേൾക്കുന്നു, ആ ആൽബം മാത്രം കേൾക്കുന്നു. അപ്പോൾ നമുക്ക് അതിലത്തെ പാട്ടുകളും ബാക്കി എല്ലാ പാട്ടുകളും നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റാറുണ്ട് എനിക്ക്. പിന്നെ എനിക്ക് ഫീൽ ചെയ്തത് ബാക്കി ഞാൻ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബിസിനസ് പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഓഡിയോ CD മേടിക്കാൻ ഡയറക്റ്റ്ലി അയാൾക്കാണ് ഒരു നല്ലൊരു എമൗണ്ട് പോകുന്നത്. ഇപ്പോൾ സ്ട്രീമിങ്ങിലാണെങ്കിൽ ചില്ലറ കണക്കിനാണ് അവർക്ക് കിട്ടുള്ളൂ എമൗണ്ട്. നമുക്ക് ഡയറക്റ്റ് പർട്ടിക്കുലർ പ്രൊഡക്ഷന് കിട്ടും. അപ്പോൾ അതൊരു ബെനിഫിറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ആൽബം ആണെങ്കിൽ അയാൾക്ക് ഡയറക്റ്റ്ലി നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. മറ്റേ സ്ട്രീമിങ്ങിനേക്കാളും ഭയങ്കര സ്പീഡിൽ കിട്ടുന്നുണ്ട് എമൗണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു റീസൺ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റീസൺസ് എല്ലാവർക്കും സൂട്ട് ചെയ്യണമെന്നില്ല. പക്ഷേ ഞാനൊരു മൂവി ലവറാണ്, എനിക്ക് മ്യൂസിക് അതൊക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടൊക്കെയാണ് എൻ്റെ റീസൺസാണ് ഞാനിങ്ങനെ എന്തിനാണ് ഡിസ്ക് മേടിക്കണേ എന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഈ റീസൺസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതല്ലാതെ എൻ്റെ ഹോം തിയേറ്ററിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലൂറേസ് മേടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും ഫോളോ ചെയ്യാം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.